ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ഗുജറാത്തിലെ സബ്ജി മാർക്കറ്റും പിന്നെ ശിവാജി സർക്കിളിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇന്നായിട്ട് തന്നെ ഓഫായതുകൊണ്ട് വീക്ക്ലി ഓഫായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്, നമ്മൾ മൂന്നാളും കൂടിയിട്ട്. നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫായിട്ടും ഗുജറാത്തിലെ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡ് പോലെ എത്തിയിട്ട് അവിടുന്ന് ഓട്ടോ കയറ്റി നമ്മൾ പോയിട്ടുള്ളത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുക്കിലെല്ലാം മന്ദിറുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഇവിടെ കയറ്റി ആകെ ഒറ്റ തവണ പോയിട്ടുള്ളൂ. അത് നമ്മൾ വന്ന് പിന്നെ മകരവിളക്കിൻ്റെ ഘോഷയാത്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു മന്ദിറിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ട്, താല്പര്യമുള്ളവരൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. പിന്നെ അങ്ങനെ നമ്മളത് അവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ശിവാജി സർക്കിളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് ഫാൻസിയിലേക്കാണ്. ഫാൻസി പോയിട്ട് കൺമഷിയും പിന്നെ കമ്മലും കൂടി വാങ്ങുന്നതിനും, അതുകൊണ്ട് നമ്മളത് വേഗം പോയി ഫാൻസിയിൽ പോയി അതെല്ലാം കമ്മലും അതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു ഗാർഡൻ ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. രാവിലെ ആയാലും ഉച്ചക്കാലം വൈകിട്ടാലും ഇവിടെ മൊത്തം ആളുണ്ടാവും. പിന്നെ പ്രായമായ കുട്ടികളെല്ലാം അങ്ങനെ പകലുള്ള സമയത്തിൽ ഇരുന്നിട്ടുണ്ടാവും. അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെല്ലാം കൂടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് മുന്നേ ഒരിക്കൽ പോയപ്പോൾ അധികം സന്ധ്യ അതുകൊണ്ട് അധികം നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇവനെ കുറച്ച് നേരം കളിക്കാൻ വിടാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പോയിട്ടുള്ളത്. റോഡിൻ്റെ നടുവിലാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗാർഡനാണ്. അങ്ങനെ ഗാർഡൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വലുതായിട്ട് പിന്നെ പൂക്കളും അങ്ങനെ ഇതായിട്ടുള്ള ഗാർഡൻ ഒന്നല്ല. ചെറിയ രീതിയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ സൈഡിൽ കുറച്ച് അലങ്കരിച്ചിട്ടും പിന്നെ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വിശ്രമിക്കാൻ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനെല്ലാം പറ്റിയിട്ടുള്ള ഒരു ഗാർഡൻ അത്രയേ ഇതിലുള്ളൂ. പിന്നെ ഇവിടെ അധികം ആൾക്കാരും ഉണ്ടാവും. പകലായാലും ഉച്ചക്കാലെല്ലാം അധികം ആൾക്കാരുണ്ടാകും. ഈ ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും പക്ഷേ ഓനത് അങ്ങോട്ടേക്ക് അധികം വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല പോകാനും കളിക്കാനൊന്നും. ഓൻ ഇതുപോലെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടേനും. പിന്നെ കുട്ടികൾ പട്ടം പറപ്പിക്കുന്നുണ്ടേനും സൈഡിൽ നിന്നെല്ലാം. അപ്പോൾ അതിൻ്റെ നൂല് ഡേഞ്ചർ ആയതുകൊണ്ട് പിന്നെ ഓനധികം നിർത്തിച്ചിട്ടില്ല. കാലെല്ലാം ഇതുപോലെ പട്ടത്തിൻ്റെ നൂല് എന്നാൽ ആ സമയത്ത് കുട്ടികൾ പറപ്പിക്കുന്ന സമയത്ത് വലിഞ്ഞിട്ട് കാലെല്ലാം മുറിഞ്ഞിട്ടുണ്ടേനും. പിന്നെ നമ്മൾ അധികം നിന്നിട്ടില്ല, നമുക്ക് കേരളപ്പടിയിലും കൂടി പോകേണ്ട ആവശ്യങ്ങളുണ്ടേനും. അപ്പോൾ അവിടെ ആ റോഡ് സൈഡിൽ ചെറിയൊരു കട്ടിലോട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ കേരളപ്പടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റും വീടുകളെല്ലാം ഉണ്ട്, ചെറിയ വീടുകളെല്ലാം ഉണ്ട്. ഇത് ഈ കാണുന്നത് വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളെങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, പക്ഷേ ചെറിയ വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇടത് ഭാഗത്തായിട്ട് വലിയ ഒരു തയ്യൽ യൂണിറ്റും കൂടി ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ടീഷർട്ട് അടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജനലെല്ലാം കാണുന്ന ഇതാണ് അവരെ തയ്യൽ യൂണിറ്റ്. ടീഷർട്ടാണ് അടിക്കുന്നുണ്ട്, പാൻറ്റ് അടിക്കുന്നത് വേറെ ഒരു സെക്ഷൻ, ടീഷർട്ട് അടിക്കുന്ന വേറെ സെക്ഷൻ, അങ്ങനെ ആയിട്ടാണ് ഉള്ളത്. നമ്മളങ്ങനെ നടന്ന് കേരളപ്പടിയിലെത്തിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചിട്ട് പിന്നെ ഓട്ടോയിലേക്കാണ് അതുപോലെ മാർക്കറ്റിൽ പോയിട്ടുള്ളത്. അങ്ങനെ മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നോക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സബ്ജി മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ടാകും. അതേ കണക്കിന് നമ്മൾ മുംബൈയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഓരോ ദിവസം സൺഡേ മാർക്കറ്റ് നമ്മുടെ വീടിനടുത്ത്, പിന്നെ വെനസ്ഡേ മാർക്കറ്റ്, തേഴ്സ്ഡേ മാർക്കറ്റ്, അങ്ങനെ വേറെ കുറച്ച് സ്ഥലത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 5:30 6 മണി അങ്ങനെ ഈ ടൈമായിട്ടുള്ള എല്ലാവരും വന്ന് വാങ്ങിച്ച് പോയിക്കൊണ്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വരും. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. സാധനങ്ങളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടാകും. എന്നാലും അവർ സ്റ്റോക്ക് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ പച്ചമുന്തിരി വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്, പഴം, മുന്തിരി അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മുന്തിരി പോലത്തെ ചെറിയ എന്തോ ഒരു സാധനം കൂടിയുണ്ട്, അത് അറിഞ്ഞൂടാ, അത് നമ്മൾ നോക്കിയിട്ടുമില്ല. ഇവിടുത്തെ വേറെ തന്നെ കുറേ ഫ്രൂട്ട്സ് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ചന്ദനത്തിരി വാങ്ങിയിട്ടുണ്ട്, ഒരു 20 രൂപക്ക് പാക്ക് ചന്ദനത്തിരിയും കൂടി വാങ്ങിയിട്ട് കുന്തിരിക്കത്തിൻ്റെ ആ ഒരു മണത്തിലാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങി നമ്മുടെ പിന്നെ സഞ്ചിയിലുള്ള സാധനങ്ങളെല്ലാം കയറ്റി ഓട്ടോയിൽ കയറി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.